ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ അധ്യായത്തിൽ കൂടി 2024 നവംബർ മാസം 14-ാം തീയതി വ്യാഴാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ നവഗ്രഹങ്ങൾ നൽകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നക്ഷത്രഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച പുലർച്ചെ 3:12 അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച 34 AM എന്നുള്ള സമയത്താണ്. ഇതിനെക്കുറിച്ച് മുൻപുള്ള വീഡിയോയിൽ പ്രത്യേകം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ അധ്യായത്തിൽ നക്ഷത്രഫലം മാത്രം ചിന്തിക്കാം. വ്യാഴാഴ്ച ദിവസം, അതായത് അശ്വതി നക്ഷത്ര ദിവസം 27 നക്ഷത്ര ജാതകർക്കും ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് ആദ്യമേ പറയുകയാണ്. കാരണം ഗ്രഹങ്ങൾ പരസ്പരം നല്ല ഫലങ്ങളെ കൊടുക്കുന്ന ഒരു ദിവസമാണ്. മേടക്കൂറുകാരുടെ കാര്യം നമുക്ക് ആദ്യം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാരെ സംബന്ധിച്ച് ചക്രവർത്തി രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. ചക്രവർത്തി രാജയോഗ തുല്യമായ ഒരു രാജാവിനെ പോലെ ജീവിക്കുവാൻ കഴിയുന്ന ഒരു യോഗം, അതായത് ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ, അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ ചക്രവർത്തി രാജയോഗം വന്നു ചേരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അതേ അനുഭവം തന്നെ വ്യാഴാഴ്ച ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാരുടെ ജീവിതത്തിൽ ചക്രവർത്തി രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലും വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. ഇനി ദശാകാലം അത്രമേൽ മോശമായിട്ടുള്ളവർക്കായിരിക്കാം ഒരു പക്ഷെങ്കിൽ തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിന്നെ മേടക്കൂറുകാർക്ക് 12-ൽ രാഹു നിൽക്കുന്നു. ഈ രാഹുവും അവരെ ശരിക്കും സ്വാധീനിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു പക്ഷേ ഈ ചക്രവർത്തി രാജയോഗമൊന്നും അനുഭവങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യത കുറവാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. മേടക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിൽ, സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വളരെ സൗഭാഗ്യമായ ഒരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു. ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല സ്നേഹവും കരുതലും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യകരമായ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു കഴിയുന്നവരാണെങ്കിൽ പോലും ഈ വ്യാഴാഴ്ച ദിവസം അവർ തമ്മിൽ അനുരഞ്ജനത്തിൻ്റെ ഒരു മാർഗം സ്വീകരിച്ച് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിതത്തെ അനുഭവിക്കാൻ പറ്റുന്ന ഭാഗ്യകരമായ ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ചിലപ്പോഴൊക്കെ പലരും പറയും, എന്താണെന്നറിയത്തില്ല, 2-3 ദിവസമായിട്ട് പുള്ളിക്കാരൻ എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയുകയല്ലേ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഗ്രഹങ്ങളുടെ ഗ്രഹസ്ഥിതി വരുമ്പോഴാണ് ഇപ്രകാരമുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ രാജയോഗ തുല്യമായ അനുഭവങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന ദിവസമാണ്. കുടുംബസുഖം, സ്വസ്ഥത, ഏകനന്മ, ദാമ്പത്യ ജീവിത വിജയം, തൊഴിൽപരമായുള്ള നേട്ടം, ധനം വന്നു ചേരുക, അങ്ങനെയുള്ള എല്ലാ സൗഭാഗ്യകരമായ അനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് സാമാന്യമായ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അവർക്ക് 12-ലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ പോലും ബലമുള്ളൊരു ചന്ദ്രനായതുകൊണ്ടും ചന്ദ്രന് പ്രത്യേക ഒരു പദവിയൊക്കെ ഉള്ളതുകൊണ്ടും വലിയ നഷ്ടങ്ങളൊന്നും വന്നു ചേരാനോ അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ കാര്യമായ ഒന്നും വന്നു ചേരാൻ സാധ്യതയില്ല. അനുകൂലമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽഗുണവും അങ്ങനെയുള്ള എല്ലാ നല്ല അനുഭവങ്ങളും അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ദാമ്പത്യ ജീവിത വിജയത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ രാജാവിനെ പോലെ ജീവിക്കുവാൻ സാഹചര്യം വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസമുള്ളതാണ് ഇടവക്കൂറുകാരുടെ നേട്ടം. അവർക്ക് രാജകീയമായ ദാമ്പത്യ ജീവിതാനുഭവങ്ങൾ, ഭാര്യയും ഭർത്താവും, ഒരുപക്ഷെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും അവരുടെ കുടുംബസ്വത്ത് ലഭിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ പുതിയ വാഹനം വാങ്ങിക്കുവാനോ, ഭൂമി വാങ്ങിക്കുവാനോ, അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കുവാനോ, പുതിയ വസ്ത്രം വാങ്ങിക്കുവാനോ, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ സന്തോഷം പങ്കുവയ്ക്കാൻ കഴിയുന്നൊരു ദിവസമാണ്. അതാണ് ഹൈലൈറ്റ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അവർക്ക് ദാമ്പത്യ ജീവിത വിജയം. അതോടൊപ്പം രോഹിണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ കരങ്ങളിലേക്ക് ധാരാളം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് പുണർത നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളത്. ഏതെങ്കിലും വിധത്തിൽ അവരുടെ ജീവിതത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുള്ളത്. അവരുടെ ജീവിതത്തിൽ ലാഭകരമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത.
അതുപോലെ തന്നെ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം വന്നിരുന്ന ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബം, ധനം, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യ എന്നിവയിൽ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ, ചക്രവർത്തി രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളെല്ലാം അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ചക്രവർത്തി രാജയോഗ തുല്യമായ അനുഭവങ്ങൾ മക്കളെ കൊണ്ട് അവർക്കുണ്ടാകുന്ന ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട. അവരുടെ തൊഴിൽപരമായുള്ള മേഖലകളിൽ അവർക്ക് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്, വന്നു ചേരുന്നൊരു ദിവസമാണ് പുണർതം കാൽ. അതുപോലെ തന്നെ ഈ കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് എല്ലാ കാര്യങ്ങളിലും സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. സുഖം, സ്വസ്ഥത, ദേഹനന്മയൊക്കെ അനുകൂലമാവുന്നു. എന്നാൽ കുടുംബം, ധനം, സ്ഥിതി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവർക്ക് കാര്യമായി ഉണ്ടായില്ല എങ്കിൽ പോലും അവർക്ക് മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ, ഭൂമി കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവരുടെ തൊഴിൽ മേഖലയിൽ കൂടിയുള്ള നേട്ടങ്ങളും അവർക്ക് ആശ്വാസമായി വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് മകം നാളുകാരുടെ ജീവിതത്തിൽ അവർക്ക് ധാരാളം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടം, മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസം കൂടിയാണ്. അവർക്ക് രാജയോഗതുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ സുഖക്കുറവുകളോ ഒക്കെ ഉണ്ടായെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് ചിങ്ങക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അത്തം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്തം നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇവർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമാണ്. ലാഭകരമായ അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഭാര്യയും ഭർത്താവും നമ്മൾ നല്ല സ്നേഹബന്ധത്തോടു, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഭർത്താക്കന്മാർ ഭാര്യമാരെ കൂടുതൽ സ്നേഹിക്കുന്നൊരു ദിവസമാണ്. ഭാര്യമാർ പറയുന്നത് പോലെയൊക്കെ ഭർത്താക്കന്മാർ കേട്ട് നിൽക്കുന്നൊരു ദിവസമാണ്. അങ്ങനെ അവർക്ക് ദാമ്പത്യ ജീവിത വിജയം, സന്തോഷം മനസ്സിലുണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അവർക്ക് അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ രാജകീയ തുല്യമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് സ്വർണ്ണം വാങ്ങിച്ചു കൊടുക്കുക, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, വേണ്ടിയതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, അവരെ കൂടുതൽ സ്നേഹിക്കുക, അങ്ങനെ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമാണെന്നുള്ളതാണ് കന്നിക്കൂറുകാരുടെ പ്രത്യേകത. അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് അനുകൂലമായൊരു സ്ഥിതിയുള്ള സമയമാണ്. എങ്കിലും അവർക്ക് 7-ൽ ഈ രാഹു നിൽക്കുന്നതുകൊണ്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഒന്നിലും അവർക്ക് നേടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു നിശ്ചലാവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ട്. പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അവർക്ക് ആശ്വാസം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അപ്പോൾ ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വിശാഖ നാളുകാരുടെ ജീവിതത്തിലേക്ക് ധനം വന്നു ചേരുന്നതിന് സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടവും രാജകീയമായ അനുഭവത്തെ കൊടുക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ അവർക്ക് ദാമ്പത്യ ജീവിത വിജയം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെതായ ദോഷമൊന്നും ഈ വ്യാഴാഴ്ച ദിവസം അവർക്കുണ്ടാകത്തില്ല. അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. പല കാര്യങ്ങളിലും അവർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ വ്യാഴാഴ്ച ദിവസം അവർക്ക് ആ ദോഷങ്ങളെല്ലാം മാറി നിന്ന് അവർക്ക് രാജകീയമായ നല്ല അനുഭവങ്ങൾ, ചക്രവർത്തി രാജയോഗ തുല്യമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനിനെ കേട്ട നാളുകാരെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥത, ദേഹനന്മ അവർക്ക് അത്ര അനുകൂലമായ ദിവസങ്ങളായിരുന്നില്ല കുറേ ദിവസങ്ങളായിട്ട്. എന്നാൽ വ്യാഴാഴ്ച ദിവസം അവർക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മയൊക്കെ അനുകൂലമായി വരുന്നു. രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് അവർക്ക് അവിടെ ആശ്വാസം വന്നിരുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഭാഗ്യമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസവുമാണ്. അങ്ങനെ കുടുംബസുഖം, ധനപരമായ നേട്ടം, ദാമ്പത്യ ജീവിത വിജയം, അതുപോലെ തന്നെ ധനപരമായുള്ള നേട്ടം, മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ, അങ്ങനെ സൗഭാഗ്യമായ അനുഭവങ്ങൾ
തേടി വരുന്ന ഒരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാലാന്തരം കേട്ട നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് മൂലം നാളുകാരുടെ ജീവിതത്തിലേക്ക് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അവരുടെ കൈ നിറയെ ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖം, ധനപരമായ നേട്ടവും, തൊഴിൽഗുണം, ദാമ്പത്യ ജീവിത വിജയം, വീട് വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ, മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ, ദാമ്പത്യ ജീവിത വിജയം ഉൾപ്പെടെയുള്ള സകലവിധമായ സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരുന്ന ദിവസമാണ്. രോഗ, ദുഃഖ, ദുരിത, പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം ഉണ്ടാകുന്ന ദിവസമാണ്. ശത്രുതയാൽ ഭാരപ്പെട്ടവർക്ക് ശത്രുതയൊക്കെ നീങ്ങിപ്പോകുന്നൊരു ദിവസമാണ്. അങ്ങനെ സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് മീനക്കുറിൽപ്പെട്ട പുരുട്ടാതി കാലം തുട്ടാതി രേവതി നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ, 2 പാദം നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം അനുഭവങ്ങൾ വളരെ സൗഭാഗ്യമായ അനുഭവങ്ങളായി വന്നു ചേരുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് വിഷ്ണുദേവൻ്റെ അനുഗ്രഹത്താൽ തിരുവോണ നക്ഷത്ര ജാതകരുടെ കരങ്ങളിലേക്ക് ധാരാളം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽഗുണം, ദാമ്പത്യ ജീവിത വിജയം, വീട് വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ, ഭൂമി സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ, അങ്ങനെ പ്രവർത്തന മേഖലകളിൽ വിജയം കൈവരിക്കാൻ പറ്റുന്ന അനുകൂലമായ ദിവസം. അങ്ങനെ സൗഭാഗ്യകരവും സന്തോഷകരവുമായ അനുഭവങ്ങൾ മകരക്കുറുകാരെ തേടി വരുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ, 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ, 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് പുരുട്ടാതി നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. 1 രൂപ പോലും കയ്യിലെടുക്കാൻ നിർവാഹമില്ലാതെ, ഒരു ജോലി പോലും ചെയ്യാൻ നിർവാഹമില്ലാതിരിക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ കരങ്ങളിൽ ഒരു 100 രൂപയെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഫോൺ റീചാർജ് ചെയ്യാൻ എങ്കിലും സാധിക്കുന്നൊരു ദിവസമാണ്. അവർ ഭാരപ്പെട്ടിരിക്കുന്നവരുടെ കരങ്ങളിലേക്ക് ആശ്വാസം വന്നിരുന്ന ദിവസമാണ്. അപ്രതീക്ഷിതമായ ധനനേട്ടം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ രാജകീയമായ അനുഭവങ്ങളായി മാറുന്നു. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങൾ രാജകീയ അനുഭവമായി മാറുന്നു. തൊഴിൽപരമായുള്ള നേട്ടം രാജകീയ അനുഭവമായി മാറുന്നു. അപ്പോൾ അങ്ങനെ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസമുണ്ടാകുന്നു. ശത്രുതകളൊക്കെ നീങ്ങിപ്പോകുന്നു. അങ്ങനെ ശത്രുവിന്മേൽ ജയം നേടുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും സൗഭാഗ്യകരമായ അനുഭവങ്ങൾ, ചക്രവർത്തി രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാലം തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ വളരെ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നിരുന്നൊരു ദിവസമാണ്. കുറേ ദിവസങ്ങളായിട്ട് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഇല്ലാതിരുന്ന മീനക്കൂറുകാർക്ക് ഇപ്പോൾ കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ രാജയോഗ തുല്യമായ അനുഭവത്തിൽ കൂടി കടന്നു വരുന്നു. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യ അവർക്ക് രാജയോഗ തുല്യമായി മാറുന്നു. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവത്തിലേക്ക് മീനക്കൂറുകാർ കടന്നു ചെല്ലുന്നു. മീനക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്നു. ഭാഗ്യകരമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേർന്ന് നിൽക്കുന്നു. മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം. കുടുംബസുഖം, ധനപരമായ നേട്ടം, മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ, ബന്ധുക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ, അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ, തൊഴിൽ ഗുണം, അങ്ങനെയുള്ള എല്ലാ ഇത്യാദി മനുഷ്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി കാലം തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായിട്ട് പ്രിയപ്പെട്ടവരായിട്ട് ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതും പ്രിയപ്പെട്ടവർ ഒന്ന് കേൾക്കുക, സഹകരിക്കുക. മഹാദേവൻ നിങ്ങളുടെ സഹകരണ മനോഭാവത്തിന് തക്കതായ ഫലം നിങ്ങൾക്ക് നൽകും. മഹാദേവൻ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന പലരും പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരാണ്. അവരുടെ പ്രതിസന്ധികളിൽ അവർക്ക് ആശ്വാസം മഹാദേവൻ നൽകട്ടെ, അവർക്ക് ജീവിത സൗകര്യങ്ങൾ അനുകൂലമായി നൽകട്ടെ, മഹാദേവൻ്റെ കരുണ അവരുടെ മേൽ ചൊരിയട്ടെ എന്നൊക്കെയാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മഹാദേവൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കും. നന്ദി, നമസ്കാരം പറഞ്ഞു നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.